ഇന്ന് ഹോസ്റ്റലിൽ ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ? വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു സാധനമാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് അതിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. എനിക്ക് ഈ ലോട്ടസ് ബിസ്കോഫിൻ്റെ കേക്കും ഐസ്ക്രീമും ഒക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ആ ബിസ്ക്കറ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ അതും മേടിച്ചു. ഇതുവരെ ആരും ഇനി ഇതുണ്ടാക്കാൻ ബാക്കിയാണില്ല. എനിക്കിപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണുമല്ലോ. അതെ, സാക്ഷാൽ ബൺമസ്ക തന്നെ. ഈ ബൺമസ്ക ട്രെൻഡ് നാട്ടിൽ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഡൽഹിയിലാണ്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. ഈ ഒരു ട്രെൻഡ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആയപ്പോൾ എനിക്ക് കഴിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ 2-3 കടയിൽ നിന്ന് ട്രൈ ചെയ്തു. ബൺമസ്ക പ്രതീക്ഷിച്ച് ചെന്നാൽ ഞങ്ങൾക്ക് കിട്ടിയത് ബണ്ണ് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തൊരു സാധനമാണ്. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ഞങ്ങൾ ഇതിനു മുന്നേ ഒരിക്കൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അന്ന് അൺസോൾട്ടഡ് ബട്ടറിന് വേണ്ടി കടകൾ കയറി ഇറങ്ങി അവസാനം ഞങ്ങൾ മേടിച്ചതോ സോൾട്ടഡ് ബട്ടർ ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ അതിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ബൺമസ്കയ്ക്ക് കോമ്പോ ഇറാനി ചായ ആണല്ലോ. പക്ഷെ ഇറാനി ചായ പോയിട്ട് സാധാ ചായ പോലെ ഞങ്ങളിട്ടില്ല. കാരണം മടി തന്നെ. അങ്ങനെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയ ബൺമസ്ക ഞങ്ങളും ഉണ്ടാക്കി. എല്ലാവരെ പോലെ ഞങ്ങൾക്കും അത് ഇഷ്ടമായി. പക്ഷെ അതിലൊന്നും ഞങ്ങൾ ഒതുങ്ങിയില്ല. ഞങ്ങളുടേതായിട്ടുള്ള എൻ്റെയിലൊരു പൊടിക്കൈ അതിലില്ലെങ്കിൽ പിന്നെ എന്താ അതിലൊരു രസം? അതുകൊണ്ട് വാങ്ങിച്ച ബിസ്കോഫ് ഞങ്ങൾ അതിൽ പൊടിച്ചിട്ടു. അബദ്ധത്തിനെങ്ങാനും അത് നന്നായി കഴിഞ്ഞാൽ ബിസ്കോഫ് ബൺമസ്ക എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അടുത്തൊരു സാധനം ഇറക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ്ലി ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമായടാ. ഞങ്ങളുടെ ഉള്ളിലും ഒരു ഷെഫ് ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ചിലപ്പോൾ നാളെ എവിടെയെങ്കിലും ബിസ്കോഫ് ബൺമസ്ക എന്നും പറഞ്ഞ് ഞങ്ങൾ ഇരിപ്പുണ്ടാവും. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നത്തെ ഞങ്ങളുടെ പരീക്ഷണം വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.